ഹായ് ഫ്രണ്ട്സ്, എഡ്യൂസാപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. തെർമോഡൈനാമിക്സിൻ്റെ ആദ്യ ലെക്ചറാണിത്. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന സബ്ജക്റ്റ് എല്ലാ മെക്കാനിക്കൽ സ്റ്റുഡൻസിനും മെയിൻലി ഇത് അറിയാവുന്നൊരു സബ്ജക്റ്റ് തന്നെയാണ്. ഇങ്ങനൊരു സബ്ജക്റ്റ് നമുക്കുള്ളതായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പം ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെയധികം എല്ലാവരും ടഫായിട്ട് കാണുന്ന സബ്ജക്റ്റുകളിൽ ഒന്നാണ്. അപ്പോൾ നമ്മൾ എഡ്യൂസാപ്പിലൂടെ ഇനി ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ആദ്യം ഞാൻ ഇത് നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന സബ്ജക്റ്റ് എന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു എനർജി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസും, അതായത് ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഈ സിസ്റ്റം എന്താണ്, സറൗണ്ടിങ്സ് എന്താണ്, ബൗണ്ടറി, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നടക്കുന്ന എനർജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രോപ്പർട്ടി ചേഞ്ചസ്, ഒരു സബ്സ്റ്റൻസിനുണ്ടാകുന്ന പ്രോപ്പർട്ടി ചേഞ്ച്, ഇതിനെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സയൻസാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഈ തെർമോഡൈനാമിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് പല ഏരിയസിലും കിടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിങ്, IC എൻജിൻസ്, കംപ്രഷൻ സിസ്റ്റംസ്, കെമിക്കൽ റിയാക്ഷൻ പ്രോസസ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, അങ്ങനെ ബ്രോഡായിട്ടുള്ളൊരു ഏരിയയാണ്, വാസ്റ്റായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പം ഈ ഒരു തെർമോഡൈനാമിക്സ് എന്നുള്ള സബ്ജക്റ്റ് നമുക്ക് ഇനിയുള്ള പല സബ്ജക്റ്റുകളിലും, ഗ്യാസ് ഡൈനാമിക്സ് ആയാലും ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ എന്ന സബ്ജക്റ്റിലായാലും എല്ലാത്തിനകത്തും ഇതിൻ്റെ ഒരു ബേസിക് പാർട്ട് നമുക്ക് അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്ലാസ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് തെർമോഡൈനാമിക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റുകളുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് ലെക്ചർ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോർഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ആദ്യം 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സിസ്റ്റം, സറൗണ്ടിങ്, ബൗണ്ടറി. അപ്പം നമുക്ക് ആദ്യം സിസ്റ്റം, സറൗണ്ടിങ് ആൻഡ് ദെൻ ബൗണ്ടറി. അപ്പം ഈ 3 കാര്യങ്ങളാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്പേസിലെ ഒരു പർട്ടിക്കുലർ റീജിയനെ വിളിക്കുന്ന അല്ലെങ്കിൽ മാറ്ററിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം. ആ സിസ്റ്റത്തെയാണ് നമ്മൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്റ്റഡി, അങ്ങനെയുള്ള ഒബ്സർവേഷൻസ്, ഇതെല്ലാം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പർട്ടിക്കുലർ മാറ്റർ അല്ലെങ്കിൽ സ്പേസിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിനെ കവർ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന യൂണിവേഴ്സിൻ്റെ റിമൈനിങ് പോർഷനെ വിളിക്കുന്ന പേരാണ് സറൗണ്ടിങ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഒബ്സർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്പേസിലെ ഒരു പോർഷനെ അല്ലെങ്കിൽ റീജിയനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം. അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന അതിനെ കവർ ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിൻ്റെ റിമൈനിങ് സ്പേസിനെ വിളിക്കുന്ന പേരാണ് സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് ബൗണ്ടറി. അതായത് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ 3 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തെർമോഡൈനാമിക്സിൽ. അപ്പോൾ തെർമോഡൈനാമിക്സ് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്, സറൗണ്ടിങ്സ്, ബൗണ്ടറി, ഈ 3 കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റംസ് ആണ്. ഏതൊക്കെ ടൈപ്പ് തെർമോഡൈനാമിക് സിസ്റ്റം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സിസ്റ്റം, തെർമോഡൈനാമിക് സിസ്റ്റമാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലോസ്ഡ് സിസ്റ്റമാണ്. ക്ലോസ്ഡ് സിസ്റ്റം. അപ്പോൾ ആദ്യം ക്ലോസ്ഡ് സിസ്റ്റം എന്താണെന്ന് പറയാം. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, ഇതൊരു സിസ്റ്റം ആണെങ്കിൽ ഈ സിസ്റ്റത്തിനകത്ത് നമ്മളിപ്പം എനർജി ട്രാൻസ്ഫർ നടക്കുന്നു. എനർജി ഇൻ ആൻഡ് എനർജി ഔട്ട്, ഈ 2 കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള മാസ് ട്രാൻസ്ഫർ നടക്കുന്നില്ലെങ്കിൽ, മാസ് ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ മാസ് ട്രാൻസ്ഫർ യാതൊരു തരത്തിലും നടക്കുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഓപ്പൺ സിസ്റ്റത്തെക്കുറിച്ചാണ്. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺ സിസ്റ്റത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിനകത്ത് 2 തരത്തിലുള്ള ട്രാൻസ്ഫറും, ദാറ്റ് മീൻസ് എനർജി ട്രാൻസ്ഫറും, എനർജി ഇൻ ആൻഡ് എനർജി ഔട്ട്, മാസ് ട്രാൻസ്ഫർ നടക്കുന്നുവെങ്കിൽ മാസ് ട്രാൻസ്ഫർ എം ഇൻ ആൻഡ് എം ഔട്ട്. അപ്പോൾ മാറ്ററും അതായത് മാസും എനർജിയും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം തേർഡ് വൺ എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് സിസ്റ്റം.
ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിനകത്ത് എനർജി ട്രാൻസ്ഫറും ഇല്ല, മാസ് ട്രാൻസ്ഫറും ഇല്ല, രണ്ട് തരത്തിലുള്ള ഇൻട്രാക്ഷൻസും ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം പറയാതെ വിട്ടുപോയത് ഓപ്പൺ സിസ്റ്റത്തെ കുറിച്ചാണ്. ഓപ്പൺ സിസ്റ്റത്തിൻ്റെ മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ചുറ്റും കാണുന്ന മിക്ക തെർമോഡൈനാമിക് സിസ്റ്റംസും ഓപ്പൺ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓപ്പണായിട്ട് വെച്ചിരിക്കുന്ന ഒരു ചൂടായിട്ടുള്ള ചായ, അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു പമ്പ് സിസ്റ്റംസ്, കംപ്രസേഴ്സ്, എന്ത് സിസ്റ്റം എടുത്താലും അതെല്ലാം ഓപ്പൺ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത് പറയാൻ പറ്റുന്നത് തെർമോസ് ഫ്ലാസ്ക് എന്ന് പറയുന്നതിനകത്ത് ഈ പറഞ്ഞ മാസ് ട്രാൻസ്ഫർ കമ്പാരിറ്റീവ്ലി കുറവാണ്, എനർജി ട്രാൻസ്ഫറും വളരെ കുറവാണ്. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്ന് ചോദിച്ചാൽ ഇല്ല. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഐസൊലേറ്റഡ് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ കേസ് മാത്രമാണ്. അപ്പം ഈ ഇത്രയും സിസ്റ്റമാണ് പ്രധാനമായിട്ടും തെർമോഡൈനാമിക് സിസ്റ്റത്തിൻ്റെ കീഴിൽ വരുന്നത്. ഈ 3 ടൈപ്പാണ്: ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഇനി ഞാൻ പറയാൻ പോകുന്നത് കൺട്രോൾ വോളിയം ആൻഡ് കൺട്രോൾ സർഫേസ് എന്താണെന്നാണ്. കൺട്രോൾ വോളിയം ആൻഡ് കൺട്രോൾ സർഫേസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ വോളിയം ആൻഡ് കൺട്രോൾ സർഫേസ് എന്താണെന്നാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു എയർ കംപ്രസറാണ്. അപ്പം ഈ എയർ കംപ്രസറിൻ്റെ പ്രോസസ്സിനകത്ത് നമുക്കറിയാം ഒരു മോട്ടറുണ്ട്. ഈ മോട്ടറിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ വർക്ക് ഇതിനകത്തോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എയർ കംപ്രസറിനകത്തോട്ട് കംപ്രസ് ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള വർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ മോട്ടറിൽ നിന്നാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ എയർ ഫ്ലോ ഉണ്ടാകുന്നു, അകത്തോട്ട് നമ്മൾ എയർ കൊടുക്കുന്നു, ഇത് കംപ്രസ് ചെയ്ത എയർ പുറത്തേക്ക് പോകുന്നു. ഈ പ്രോസസ്സിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ലോസാണ് ഹീറ്റ് പുറത്ത് നമുക്ക് സറൗണ്ടിങ്സിലോട്ട് പോകുന്നു. ഇതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊരു ഓപ്പൺ സിസ്റ്റമാണ്. ഈ ഒരു ഓപ്പൺ സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മൾ കൺട്രോൾ വോളിയം എങ്ങനെ പറയുന്നത് വെച്ചാൽ, അപ്പോൾ ഞാൻ ഈ ഒരു എയർ കംപ്രസറിനെ എനിക്ക് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് വോളിയത്തിൻ്റെ അനാലിസിസ് ആണ് നടത്തേണ്ടത്. ആ ഫിക്സഡ് വോളിയം അനാലിസിസ് നടത്തുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു സർഫേസ് പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇതിനകത്തുണ്ടാകുന്ന ഇൻട്രാക്ഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സർഫസ് ആയിരിക്കണം. അപ്പം ഞാനത് കൺസിഡർ ചെയ്യുന്നത് ഈ ഇൻലെറ്റുകളെയും, ഈ ഒരു ഇൻലെറ്റിനെയും ഈ ഒരു ഔട്ട്ലെറ്റിനെയും അതുപോലെ തന്നെ ഈ ഹീറ്റ് ട്രാൻസ്ഫറിനെയും വർക്ക് ട്രാൻസ്ഫർ, ഈ 4 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ളൊരു സർഫസാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ആ സർഫസ് ഞാൻ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് നോക്കാം. ഇതാണ് ആ സർഫസ്. ഞാൻ ഈ പറഞ്ഞ എയർ ഔട്ടിലൂടെയും ഹീറ്റ് ഇൻട്രാക്ഷനിലൂടെയും എയർ ഇന്നിലൂടെയും ഇൻപുട്ടിലൂടെയും വർക്കിലൂടെയും എല്ലാം കടന്നു പോകുന്ന ഒരു സർഫസിനെ കൺസിഡർ ചെയ്തിരിക്കുന്നു. ഈ സർഫസ് പ്രധാനമായിട്ട് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? കൺട്രോൾ സർഫസ് എന്ന് പറയാൻ പറ്റും. ഈ ഒരു സർഫസിനെ വിളിക്കാം കൺട്രോൾ സർഫസ് എന്ന് വിളിക്കാം. കൺട്രോൾ സർഫസ് ഇത് ഉൾക്കൊള്ളുന്ന ഈ വോളിയത്തെ വിളിക്കുന്ന പേരാണ് കൺട്രോൾ വോളിയം എന്നും പറയുന്നു. ഈ ഒരു വോളിയത്തെ വിളിക്കുന്ന പേരാണ് കൺട്രോൾ വോളിയം. അപ്പം ഇതാണ് കൺട്രോൾ വോളിയവും കൺട്രോൾ സർഫസും എന്ന് പറയുന്നത്. അതായത് ഒരു ഓപ്പൺ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഓപ്പൺ സിസ്റ്റത്തെ നമുക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ വോളിയം എന്ന് പറയാം. ഒരു ഓപ്പൺ സിസ്റ്റം നമുക്കുണ്ടെങ്കിൽ ആ ഓപ്പൺ സിസ്റ്റത്തെ പൂർണ്ണമായിട്ടും നമുക്ക് കൺട്രോൾ വോളിയം എന്ന് പറയാം. അതിന് യാതൊരു കുഴപ്പമില്ല. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ക്ലോസ് സിസ്റ്റം ആണെങ്കിൽ ആ ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്തുള്ള ഒരു ഇൻട്രാക്ഷൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഇത് ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ ആ ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻസ് നടക്കുന്നത് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഇതിനകത്ത് ഒരു വോളിയത്തെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന വോളിയത്തിനകത്ത് ഹീറ്റ് ഇൻട്രാക്ഷൻസോ വർക്ക് ഇൻട്രാക്ഷൻസ് അതോ അല്ലെങ്കിൽ മാസ് ഇൻട്രാക്ഷൻ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രോസസ്സ്, മാസ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഫ്ലൂയിഡ് അങ്ങോട്ട് മൂവ് ചെയ്യാം, പർട്ടിക്കുലർ എമൗണ്ട് ഫ്ലൂയിഡ് ഈ പറഞ്ഞ കൺട്രോൾ വോളിയത്തിന് ഔട്ട് സൈഡിലോട്ട് പോകാം വിത്തിൻ ദ ക്ലോസ് സിസ്റ്റം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു ഓപ്പൺ സിസ്റ്റമാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനകത്ത് മാസ് ട്രാൻസ്ഫർ നടക്കാം, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാം ഇതിനകത്തുള്ള വോളിയത്തിൽ. അതിനെ വിളിക്കുന്ന പേരാണ് കൺട്രോൾ വോളിയം. ഇത് അല്ലെങ്കിൽ ക്ലോസ് സിസ്റ്റത്തിൽ തന്നെ ഞാൻ ഒരു ഓപ്പൺ സിസ്റ്റം അസ്യൂം ചെയ്യുന്നു, ഐഡിയലായിട്ടൊരു ഓപ്പൺ സിസ്റ്റം അസ്യൂം ചെയ്യുന്നു. അതാണ് കൺട്രോൾ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്താണെന്നും സ്റ്റേറ്റ് എന്താണെന്നും പിന്നീട്
പ്രോസസ്സ് എന്താണെന്നും സൈക്കിൾ എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ പ്രോപ്പർട്ടി എന്താണെന്ന് പറയാം. ഓക്കെ, പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മളൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ആ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ, ഇതിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ഫിസിക്കൽ കണ്ടീഷനാണ്. ഒരു സിസ്റ്റത്തിൻ്റെ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ വോളിയത്തെ വെച്ചുകൊണ്ട് നമുക്കൊരു സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ പറയാൻ പറ്റും. പിന്നുള്ളത് ടെമ്പറേച്ചറാണ്, പിന്നെ പറയാൻ പറ്റുന്നത് പ്രഷറാണ്. അങ്ങനെ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ ബിഹേവിയർ അല്ലെങ്കിൽ കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് സ്റ്റേറ്റ് എന്ന് പറയാം. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാകുമ്പം അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രഷർ, ഒരു സിസ്റ്റം ഇരിക്കുന്ന പ്രഷർ അറ്റ് 1 atmosphere പ്രഷറിൽ അതിൻ്റെ ടെമ്പറേച്ചർ 0 degree സെൽഷ്യസിൽ ഒരു പർട്ടിക്കുലർ വോളിയത്തിൽ V is equal to some value of സെൻറ്റിമീറ്റർ ക്യൂബ് ഓർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന ഒരു x സെൻറ്റിമീറ്റർ ക്യൂബ് ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു വാല്യൂവിലിരിക്കുന്ന ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ്, ആ സിസ്റ്റത്തിൻ്റെ പൊസിഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു സിസ്റ്റം ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി വാല്യൂസിൽ ഇരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു സ്റ്റേറ്റ് നമുക്ക് P1, T1 ആൻഡ് V1 എന്ന് വിളിക്കാം. മറ്റൊരു സ്റ്റേറ്റിനെ നമുക്ക് വിളിക്കാം P2, T2, V2 എന്ന് വിളിക്കാം. അപ്പം ഇത് ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു സ്റ്റേറ്റാണ്, 1 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, ഇത് മറ്റൊരു സ്റ്റേറ്റാണ് 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്. ചിലപ്പം സെയിം ഒബ്ജക്റ്റ് തന്നെ, സെയിം സിസ്റ്റം തന്നെ ഈ 2 സ്റ്റേറ്റിലേക്ക് മാറാൻ പറ്റും, 1-ൽ നിന്നും 2-ലേക്ക് മാറാൻ പറ്റും. പക്ഷേ അതിന് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കുറേ എന്ത് സംഭവിക്കും, സ്റ്റേറ്റുകളിലൂടെ പാസ് ചെയ്തായിരിക്കും P1-ൽ നിന്നും P2-ലേക്ക് എത്തുന്നത്. അപ്പം ഇങ്ങനെ ഈ സ്റ്റേറ്റുകളുടെ ഒരു കൂട്ടം സ്റ്റേറ്റുകളുടെ ഈ പാത്തിനെ വിളിക്കുന്ന പേരാണ് പാത്ത് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ഒരു 1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും 2-ലേക്ക് മാറുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുന്നതിന് വേണ്ടി ഒന്നിലധികം സ്റ്റേറ്റുകളുടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കാണും. ആ സ്റ്റേറ്റിലൂടെ മാറി സെക്കൻഡ് സ്റ്റേറ്റിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടി ചേഞ്ച് ആണ് സംഭവിച്ചത്. പ്രോപ്പർട്ടി ചേഞ്ച് സംഭവിക്കുന്നത് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറി പ്രോപ്പർട്ടി ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്നത് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പാത്ത് വഴിയാണെങ്കിൽ, ഇങ്ങനെ ഒരു പാത്ത് വഴിയാണെങ്കിൽ, ഡെഫിനിറ്റ് ആയിട്ടൊരു പാത്ത് ഉണ്ടെങ്കിൽ ഈ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോസസ്സ് എന്ന് വിളിക്കും. പ്രോസസ്സ് എന്ന് വിളിക്കും. അപ്പോൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്നും T1, V1 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു സിസ്റ്റം ഡെഫിനിറ്റ് പാത്തിലൂടെ P2, T2, V2 എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുകയാണെങ്കിൽ ഈ ഡെഫിനിറ്റ് പാത്ത് എന്ന് പറയുന്ന കണ്ടീഷനെ, ഈ ഒരു പാത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നിലധികം സ്റ്റേറ്റുകളിലൂടെ കവർ ചെയ്തായിരിക്കും ഈ സെക്കൻഡ്, അതായത് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ എന്ന് 2 പോയിന്റുകൾ എടുക്കുകയാണെങ്കിൽ ഈ ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്നും ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടി ഒന്നിലധികം സ്റ്റേറ്റുകൾ കവർ ചെയ്ത് ഒരു ഡെഫിനിറ്റ് പാത്തിലൂടെയാണ് വന്നിരുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു പാത്തിനെ വിളിക്കുന്ന പേരാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൈക്കിൾ, തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുകയാണെങ്കിൽ ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും ഒരേ പോയിന്റിൽ എത്തുകയാണെങ്കിൽ, അതായത് ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും ഒരേ പോയിന്റിലാണെങ്കിൽ, ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നു. അപ്പം ഇനിഷ്യൽ സ്റ്റേജും ഫൈനൽ സ്റ്റേജും ഒരേ പോയിന്റിലാണെങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് പ്രോസസ്സ് അല്ലെങ്കിൽ തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയാം. ഇനി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 2 തരത്തിലാണുള്ളത്, പ്രോപ്പർട്ടീസ്
നമുക്ക് രണ്ടായിട്ട് പറയാം. 2 ടൈപ്പാണ് പ്രോപ്പർട്ടീസ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്നും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്നും. അപ്പോൾ ഇങ്ങനെയുള്ള 2 തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്നും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ് ആണ്. മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പം ഇത് ഓർത്തിരിക്കുക, ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ്. സെക്കൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇസ് ഡിപ്പെൻഡ് ഓൺ മാസ് ഓർ റിലേറ്റഡ് ടു മാസ് ആണ്. പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ടു മാസ് ആണ്. അപ്പം ഇതിനകത്ത് ഓർത്തു വെക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഇൻറ്റൻസീവ് എന്ന് പറയുന്നതിനകത്ത് ഐ ഉണ്ട്, ഇൻഡിപെൻഡൻ്റിനകത്ത് ഐ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓർത്തു വെക്കുക. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഐ വെച്ച് തുടങ്ങുക, ഇൻഡിപെൻഡൻറ്റ് പ്രോപ്പർട്ടിയാണ്. എക്സ്റ്റെൻസീവ് ആണെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിളായിട്ട് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നതും ടെമ്പറേച്ചർ, ഈ 2 പ്രോപ്പർട്ടീസ് എടുക്കുകയാണെങ്കിൽ, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ് ആണ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഇനി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ളത്, എനർജി റിലേറ്റഡ് ആയിട്ടുള്ളത്, വോളിയം. ഇപ്പം വോളിയം ഒരു എക്സാമ്പിളാണ് ഇതിന്. പിന്നെ പറയുകയാണെങ്കിൽ എനർജി എന്ന് പറയുന്നത് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ പറയുകയാണെങ്കിൽ സ്പെസിഫിക് പ്രോപ്പർട്ടീസ്, സ്പെസിഫിക് വോളിയം നമുക്കെടുക്കാം. സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് എനർജി. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പല പ്രോപ്പർട്ടീസിനെയും ഈ 2 കാറ്റഗറിയിൽ കൊണ്ടുവരാം. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന കാറ്റഗറിയിൽ കൊണ്ടുവരാൻ പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്നത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്താണെന്നുള്ളത്. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തിനകത്ത് യാതൊരു തരത്തിലുള്ള സ്പോണ്ടേനിയസ് ചേഞ്ചുകളും അതിൻ്റെ പ്രോപ്പർട്ടി, മാക്രോ പ്രോപ്പർട്ടിക്കകത്ത് യാതൊരുത്തിലുള്ള പ്രോപ്പർട്ടീസിനകത്ത് യാതൊരുത്തിലുള്ള സ്പോണ്ടേനിയസ് ചേഞ്ചുകളും സംഭവിക്കാതെ അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു പർട്ടിക്കുലർ ബിഹേവിയറിൽ തന്നെ, ഫിസിക്കൽ കണ്ടീഷനിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള തെർമോഡൈനാമിക് സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും 3 കണ്ടീഷൻസ് ഉണ്ട്. ആ സിസ്റ്റം 3 ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ഫസ്റ്റ് വൺ മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ഈ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിനകത്തുള്ള പ്രഷർ, എക്സ്റ്റേണൽ ഫോഴ്സസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇക്വിലിബ്രിയത്തിലായിരിക്കണം. സിസ്റ്റത്തിനകത്ത് യാതൊരു തരത്തിലുള്ള നെറ്റ് ഫോഴ്സ്, ദറ്റ് ഈസ് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ കേസിൽ ബാലൻസ്ഡ് ആയിരിക്കണം. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇതിനകത്തെ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കണം. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സുകളെ എല്ലാം ഇക്വിലിബ്രിയത്തിലായിരിക്കണം ഫുൾ. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഫോഴ്സസ് ഉണ്ടെങ്കിൽ തന്നെ അത് ഈക്വലി ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വന്ന് ഫുള്ളി ബാലൻസ്ഡ് ആയിരിക്കണം. ഇതാണ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം ഇക്വാലിറ്റി, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇക്വാലിറ്റി ഓഫ് പ്രഷേഴ്സ് എന്ന് വേണമെങ്കിലും പറയാം. ഇക്വാലിറ്റി ഓഫ് പ്രഷേഴ്സ് എന്ന് പറയാം. അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രഷർ വാല്യൂസ് ഉണ്ടെങ്കിൽ അവ ഈക്വൽ ആയിരിക്കണം. അത് നെറ്റ് എഫക്റ്റ് വരുമ്പോൾ സീറോ ആയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയമാണ്. കെമിക്കൽ ഇക്വിലിബ്രിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന സിസ്റ്റത്തിനകത്തെ കെമിക്കൽ ബാലൻസിങ്, അതായത് കെമിക്കൽ റിയാക്ഷൻസ് ആയാലും മറ്റെന്ത് പ്രോസസ്സ് നടന്നാലും ആ പ്രോസസ്സുകളുടെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കണം. അപ്പം ഇതിനകത്ത് കെമിക്കൽ പ്രോസസ്സ് ഒരുപക്ഷെ നടന്നാൽ പോലും ആ എത്ര എമൗണ്ട് ആണോ കെമിക്കൽ പ്രോസസ്സ് വഴി ചേഞ്ച് ഉണ്ടാവുന്നത്, ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് എ ആൻഡ് ബി എന്ന് പറയുന്ന 2 പാർട്ടിക്കിളുണ്ട്, സി എന്ന് പറയുന്ന പോർഷനുണ്ട്. അപ്പോൾ എ ബിയും സിയും അടങ്ങിയിരിക്കുന്ന ഒരു സിസ്റ്റമാണെന്ന് വിചാരിക്കുക. എ പ്ലസ് ബി ഗീവ്സ് സി ആണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാം. പക്ഷേ ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന റേറ്റ് എത്രയാണോ അതിന് ഈക്വലായിട്ടുള്ള എമൗണ്ടിൽ സി എന്തായി മാറുകയും വേണം, എ പ്ലസ് ബിയും ആയിരിക്കണം. ദാറ്റ് മീൻസ് ഒരു ഈക്വൽ എമൗണ്ട് ട്രാൻസ്ഫർ ആയിരിക്കണം 2 ഡയറക്ഷനിലേക്ക് നടക്കേണ്ടത്. അതായത് എ ബി എത്ര എമൗണ്ട് എ ബി
യൂസ് ചെയ്താണോ സി ഉണ്ടാകുന്നത് അത്രയും എമൗണ്ട് സിയിൽ നിന്നും എയും ബിയും അതേ ടൈമിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്ന് പറയാം നെറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം എ ബി എന്ന് പറയുന്ന എ ബി സി എന്നീ 3 കമ്പോണൻസുകളാണ് ഞാൻ എൻ്റെ സിസ്റ്റത്തിനകത്ത് ഉണ്ടായിരുന്നത്. ഇതിനകത്ത് എയും ബിയും റിയാക്ട് ചെയ്താണ് സി ഉണ്ടാകുന്നത്. പക്ഷേ ആ സി ഉണ്ടാകുന്ന എത്ര എമൗണ്ട് എയും ബിയും യൂസ് ചെയ്താണോ സി ഉണ്ടാകുന്നത് അതേ ടൈമിൽ തന്നെ തിരിച്ച് സിയിൽ നിന്നും എയും ബിയും ആയിട്ട് അത് എന്താവുന്നു ഡിവൈഡ് ആവുകയും ചെയ്യുന്നു. അതല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റ് അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് ഇവിടെ നടക്കുകയും ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇക്വിലിബ്രിയത്തിലാവുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കെമിക്കലി ഇക്വിലിബ്രിയമായിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെറ്റ് റിയാക്ഷൻ ഈ കേസിൽ 0 ആയിരിക്കും. ഇനി ലാസ്റ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് തെർമൽ ഇക്വിലിബ്രിയമാണ്. തെർമൽ ഇക്വിലിബ്രിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയം ആണെന്ന് പറയാം. ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയാണെങ്കിൽ അത് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഈ 3 ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സിസ്റ്റത്തെ നമുക്ക് വിളിക്കാം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റം ആണെന്ന് പറയാം. അപ്പം ഓർക്കേണ്ടത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കണമെങ്കിൽ അതിന് 3 കണ്ടീഷൻസ് ഉണ്ട്. മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, കെമിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനി കൂടുതൽ അപ്ഡേറ്റ്സുകൾ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം.